ഇപ്പോൾ പ്രത്യേക ജൂറി പുരസ്കാരം നേടിയ MK രാംദാസ് മാധ്യമങ്ങളെ കാണുകയാണ്. അതായത് വയനാട്ടിലെ ഒരു പാരമ്പര്യ നെൽകർഷകനായിട്ടുള്ള ചെറുവേൽ രാമൻ എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹം ഒരു പത്മശ്രീ ജേതാവ് കൂടിയാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തെ നമ്മളൊരു പിന്തുടരുകയാണ് ചെയ്തത്. കുറെ കാലത്തെ പിന്തുടരലാണ്. ഞാനൊരു ജേർണലിസ്റ്റും കൂടി ആയതുകൊണ്ട് തന്നെ നമ്മൾ ദീർഘകാലമായിട്ട് അദ്ദേഹത്തിന്റെ ഇത്തരം ആക്ടിവിറ്റികൾ, അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ സൂക്ഷ്മമായിട്ട് വിലയിരുത്താറുണ്ട്. അപ്പോൾ അത് നമ്മൾ ഉണ്ടാക്കിയിട്ട് ഒരു താല്പര്യമാണ് നമ്മൾ ഇങ്ങനെ ഇതൊരു ഡോക്യുമെന്ററി ആയിട്ട് ചെയ്യാന്ന് വിചാരിച്ചത്. പലരുടെയും സഹായത്തോട് കൂടിയിട്ടാണിത്. 2018 മുതലുള്ള ഒരു വലിയ എഫേർട്ട് ഇതിന്റെ പിന്നിലുണ്ട്. അപ്പോൾ ഒന്നെന്താ പറഞ്ഞാൽ ഇതിന്റെ സബ്ജക്റ്റാണ് ഇതിന്റെ പ്രശ്നം. ഇതൊരു വളരെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു സബ്ജക്ട് ആണെന്നുള്ള രീതിയിലാണ് ഞാൻ ഇതിനെ വിലയിരുത്തിയത്. കാരണം പാരമ്പര്യമായിട്ട് നമ്മളുടെ കൈവശമുള്ളതെല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന, നമ്മളുടെ ഭക്ഷണം നഷ്ടപ്പെട്ടു പോകുന്നു, നമ്മളുടെ സംസ്കാരം നഷ്ടപ്പെട്ടു പോകുന്നു. സംസ്കാരവും ഭക്ഷണവും ഒക്കെ ഒന്നാണ്, അല്ലെങ്കിൽ അതിന് അഭേദ്യമായ ബന്ധങ്ങളുണ്ടെന്നൊക്കെ കരുതുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതിനെ സംരക്ഷിക്കുക എന്നുള്ളതല്ല, അതിനെ നമ്മൾ ചൂണ്ടിക്കാണിക്കണം. സമൂഹത്തിന്റെ മുന്നിൽ ഒരു മാതൃകയായിട്ട് അതിനെ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയുമോ എന്നുള്ളൊരു അന്വേഷണം കൂടിയാണ് ഈ ഒരു ഡോക്യുമെന്ററി അവസാനിപ്പിക്കാൻ തീരുമാനിച്ചത്. ഇപ്പോൾ ഞാൻ പറഞ്ഞ മാധ്യമപ്രവർത്തനമായതുകൊണ്ട് തന്നെ എന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള പലരും ഇതിനെ സഹായിച്ചിട്ടുണ്ട്. അവരുടെ ദീർഘകാലമായിട്ടുള്ള ഒരു എന്താ പറയുക പിന്തുടരൽ ഇതിന്റെ ഭാഗമായിട്ട് എന്റെ കൂടെ ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം, ഇതിനിപ്പോ പലപ്പോഴും ഇത്തരം ഒരു സിനിമ പൂർത്തിയാക്കണമെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ട് ഇപ്പം അതിന് ഒരുപാട് എഫേർട്ട് വേണം. അപ്പം അതിനൊക്കെ പലപ്പോഴും സഹായിക്കുന്ന പല ആളുകളാണ്. അപ്പൊ കുന്നംകുളത്തുള്ള ഒരു വിദേശത്തൊക്കെ ജോലി ചെയ്യുന്ന ഒരാൾ ഈ ഒരു എഫേർട്ട് മനസ്സിലാക്കുകയും അദ്ദേഹം ഇതിന് സാമ്പത്തികമായി എന്നെ പിന്തുണയ്ക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ രീതിയിൽ എല്ലാവരുടെയും പിന്തുണയാണ്. യഥാർത്ഥത്തിൽ ഇത് ഈ ഒരു കൂട്ടായ വർക്കാണ് ഇങ്ങനെ ഒരു അവസ്ഥയിൽ എത്തിപ്പെട്ടത്. എനിക്കറിയില്ല യഥാർത്ഥത്തിൽ ഇത് എന്ത് പുരസ്കാരമാണെന്ന് പ്രഖ്യാപിച്ചത്, എന്നെ അറിയിച്ചിട്ടില്ല. ചാനലുകളിൽ നിന്ന് വിളിച്ചു പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ വിവരം അറിയുന്നത്. എന്തായാലും എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം ഇത് ഈ ഒരു ആശയം, അത് എന്താണ് യഥാർത്ഥത്തിൽ ഇതിന്റെ ഒരു ആശയം, അത് മുന്നോട്ട് വെക്കാനൊക്കെ ഈ ഒരു പുരസ്കാര ലബ്ധിയിലൂടെ ഇങ്ങനെ ഒരു ആദരവ് എനിക്ക് കിട്ടുന്നതിലൂടെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.